നമസ്കാരം സൈക്കോപാത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വീഡിയോകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തുക. അങ്ങനെയാണെങ്കിൽ ഞാൻ വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 7 സെഗ്മെന്റ് ഡിസ്പ്ലേ ഉപയോഗിച്ച് ചെറിയൊരു ഒരു കൗണ്ട് ഡൗൺ ഉണ്ടാക്കാനായിട്ടാണ് പോകുന്നത്. വേറൊന്നുമില്ല, ജസ്റ്റ് 10, 9, 8, 7, 6 അങ്ങനെ ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കും. നമ്മൾ 7 സെഗ്മെന്റ് ഡിസ്പ്ലേയിൽ 7 സെഗ്മെന്റ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എൻ്റെ കയ്യിൽ ഒരു 7 സെഗ്മെന്റ് ഡിസ്പ്ലേ ഉണ്ട്. ഇപ്പൊ ഇതാണ് ഈ 7 സെഗ്മെന്റ് ഡിസ്പ്ലേ. ഇതാണ് എൻ്റെ 7 സെഗ്മെന്റ് ഡിസ്പ്ലേ. അപ്പൊ ഇതിൽ ഒന്നുമില്ല, ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഓരോ LEDs ആണ്. ഈ വൈറ്റ് കാണുന്ന എല്ലാം ഓരോ LEDs ആണ്. LEDs ഓൺ ആകുമ്പോൾ അതിനനുസരിച്ച് അവിടെ ഒരു ഇത് കാണുന്നു. ഈ ഡിസ്പ്ലേ വളരെ ചീപ്പാണ്, നമുക്ക് വളരെ യൂസ്ഫുള്ളും ആണ്. ചീപ്പും വളരെ യൂസ്ഫുള്ളും ആണ്. ഓക്കെ, ഇനി 7 സെഗ്മെന്റ് ഡിസ്പ്ലേയുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമുക്കൊന്നും അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നേരെ ഗൂഗിൾ ചെയ്യണം. ഗൂഗിൾ ചെയ്യാനായിട്ട് ഞാൻ ജസ്റ്റ് ഗൂഗിൾ എടുത്തു. ഇനിയും 7 സെഗ്മെന്റ് ഡിസ്പ്ലേ ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്തു. അപ്പം 7 സെഗ്മെന്റ് ഡിസ്പ്ലേയെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരുപാട് ഇത് കിട്ടും. ഇപ്പം ഇതിൽ ഞാൻ ജസ്റ്റ് ഒരു ഫിഗർ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഈ ഒരു ഇമേജ് നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു 7 സെഗ്മെന്റ് ഡിസ്പ്ലേയുടെ ഈ ഒരു ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് നോക്കുക. നിങ്ങളുടെ കയ്യിൽ 8 LEDs ഉണ്ട്. അപ്പൊ ഈ 8 LEDs 1, 2, 3, 4, 5, 6, 7, 8 LEDs, അതിൽ ഒരെണ്ണം ഡോട്ടാണ്. അപ്പൊ ഈ 8 LEDs വെച്ചിട്ട് നിങ്ങൾ തെളിയിച്ചും കെടുത്തിയും അല്ലെങ്കിൽ ഓണും ഓഫും ആക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പ് അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു ഷേപ്പ് അല്ല ഇഷ്ടമുള്ള നമ്പേഴ്സ് ലൈക്ക് ഇതുപോലെ ഇഷ്ടമുള്ളൊരു നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നമ്പേഴ്സ് മാത്രമല്ല, നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളോട് നമുക്ക് 7 സെഗ്മെന്റ് വെച്ച് ചെയ്യാൻ സാധിക്കും. അപ്പം ഇത് 2 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് കോമൺ ആയിട്ട് ആനോട് വരുന്നതും പിന്നെ കോമൺ ആയിട്ട് കാഥോട് വരുന്നതും. വേറൊന്നുമല്ല, ഇത് കുറെ LEDs ആണ്. LEDക്ക് എല്ലാത്തിനും കോമൺ ആയിട്ട് നെഗറ്റീവ് കൊടുക്കുക അല്ലെങ്കിൽ കോമൺ ആയിട്ട് പോസിറ്റീവ് കൊടുക്കുക. അപ്പം കോമൺ ആയിട്ട് നെഗറ്റീവ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോൾ പോസിറ്റീവ് ആർക്ക് കൊടുക്കുന്നോ അയാൾ തെളിയും. കോമൺ ആയിട്ട് നെഗറ്റീവ് കൊടുക്കുകയാണെങ്കിൽ കോമൺ ആയിട്ട് പോസിറ്റീവ് കൊടുക്കുകയാണെങ്കിൽ എപ്പോൾ നമ്മൾ നെഗറ്റീവ് കുത്തുന്നോ അപ്പോൾ തെളിയും. കോമൺ ആയിട്ട് നെഗറ്റീവ് കൊടുക്കുകയാണെങ്കിൽ എപ്പോൾ നമ്മൾ പോസിറ്റീവ് കുത്തുന്നോ അത് തെളിയും. അത്രേ ഉള്ളൂ. അപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഇവിടെ കോമൺ കാഥോഡ് എന്ന് പറഞ്ഞൊരു ടൈപ്പാണ് എൻ്റെ ഇരിക്കുന്നത്, അതായത് നെഗറ്റീവ് കോമൺ ആയിട്ടുള്ളത്. അപ്പം അത് ഏതാണെന്ന് നമ്മൾ ആദ്യം നോക്കണം, എന്നിട്ട് മാത്രമേ നമുക്ക് പ്രോഗ്രാമിങ് ചെയ്തു തുടങ്ങാൻ പറ്റൂ. ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇതിനൊരു അറേ ഉണ്ടാക്കാം. അപ്പോൾ അറേ ഉണ്ടാക്കാനായിട്ട് ഇൻറ്റ് 7 സെഗ്മെന്റ് എന്നീ ഒരു അറേ ഉണ്ടാക്കുന്നു. ഈ 7 സെഗ്മെന്റിൽ ഞാൻ കൊടുക്കുന്നത് എൻ്റെ പിൻസ് ആണ്. പിൻസ് ഏത് ഓർഡറിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓർഡറിൽ GFAB ആ ഒരു ഓർഡറിൽ തന്നെ ഞാൻ കൊടുക്കുന്നത്. അപ്പം ഞാൻ ആദ്യം G ആണ് കൊടുക്കുന്നത്. GF. അപ്പം നമുക്ക് നമ്പർ കൊടുത്താൽ മതി. 11, 10. ഓക്കെ, 11, 10, 9, 8. ഇപ്പം 4 എണ്ണമായി. 7, 6, 5. അപ്പം 5 ബട്ടൺസ് ഞാൻ കൊടുത്തു. ഈ ബട്ടൺസ് വേറൊന്നും അല്ല, കണ്ടോ, 11, 10, 9, 8, 7, 6, 5, 4. ഓക്കെ, 11, 10, 9, 8, 7, 6, 5, 4 വരെ വന്നു. ഓക്കെ, ഒന്നുകൂടി നോക്കാം. 1, 2, 3, 4, 5, 6, 7. ഓക്കെ, 8 എണ്ണം. ഓക്കെ, 4 എണ്ണം. അപ്പം 4 കൂടെ വന്നു. അപ്പൊ ഇത്ര ഞാൻ കൊടുത്തിട്ടുള്ളൂ എൻ്റെ 7 സെഗ്മെന്റ് ഡിസ്പ്ലേയിൽ. അപ്പോൾ പിന്നെ ഞാൻ കൊടുത്തു. ഇനിയിപ്പോൾ അടുത്ത ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ എന്തായാലും ഔട്ട്പുട്ട് ആയിട്ട് സെറ്റ് ചെയ്യണം. അപ്പൊ ഞാനിത് ഔട്ട്പുട്ട് ആയിട്ട് സെറ്റ് ചെയ്യുവാണ്. ഇത് ഔട്ട്പുട്ട് ആയിട്ട് സെറ്റ് ചെയ്യാൻ ജസ്റ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പൊ എനിക്കൊരു ഫോർ ലൂപ്പ് വേണം. ഫോർ ലൂപ്പ് വേണം. അപ്പൊ ഫോർ ലൂപ്പ് എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8. അപ്പൊ 8 ഉള്ള ഒരു ഫോർ ലൂപ്പ് ഉണ്ടാക്കിയാൽ മതി. ഇതിന്റെ i = 0, i <8, i++, അങ്ങനെ ഒരു ഫോർ ലൂപ്പ് ഞാൻ ഉണ്ടാക്കി. ഇനി ഇത് ഞാൻ ഔട്ട്പുട്ട് ആയിട്ട് സെറ്റ് ചെയ്യാൻ പോവാണ്. പിൻ മോഡ് 7 സെഗ്മെന്റ്. അപ്പം നമ്മൾ ജസ്റ്റ് 7 സെഗ്മെന്റ് ഓഫ് 5 കൊടുത്തു, എന്നിട്ട് അതിൽ ഔട്ട്പുട്ട് ഒന്ന് കൊടുത്തു. അപ്പൊ ഇത് നോർമലി ഔട്ട്പുട്ട് ആയിട്ട് സെറ്റ് ചെയ്തു. അപ്പൊ അത്രയും ചെയ്താൽ നമ്മുടെ പിന്നിന്റെ കാര്യം റെഡിയായി. അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് ഇതിൽ 0 എങ്ങനെ വരുത്താന്ന് നോക്കാം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കാം. ഫങ്ഷൻസ് എന്ന് പറയുമ്പം നമുക്ക് വോയിഡ് ഷോ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടാക്കാം. അപ്പൊ ജസ്റ്റ് ഷോ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഞാൻ ഉണ്ടാക്കി. ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഓപ്പൺ ക്ലോസ് പാരന്തീസിസ് കൊടുത്തത്. ഇപ്പൊ ഏത് ഫംഗ്ഷൻ ആണെങ്കിലും അതിനൊരു ഇൻപുട്ട് വേണം അല്ലെ. അപ്പൊ അതായത് ഇവിടെ എനിക്ക് 1 തെളിഞ്ഞ് കാണണമെങ്കിൽ ഞാൻ ഇവിടെ 1 ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ളൊരു ഉദ്ദേശമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അതൊരു ഇൻറ്റീജർ ആണ്. അപ്പൊ ജസ്റ്റ് 1 എന്ന് ഞാൻ കൊടുത്തു. 1 എന്ന് കൊടുത്താൽ അതിന്റെ അർത്ഥം
1 തെളിഞ്ഞ് കാണും. അല്ലെങ്കിൽ ഇൻറ്റ് നമ്മ നമുക്ക് കൊടുക്കാം. നമ്മ ഇതാണോ കൊടുത്തത് 0 മുതൽ 9 വരെയുള്ള ഏതെങ്കിലും ആണെങ്കിൽ അത് തെളിഞ്ഞ് കാണും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സംവിധാനം. ഇപ്പം നമുക്ക് ആദ്യം ഇഫ്, അല്ലെങ്കിൽ നമുക്ക് സ്വിച്ച് കേസോ ഏത് വേണം ഉപയോഗിക്കാം. തൽക്കാലം ഇഫ് ഉപയോഗിക്കാം. ഇഫ് നം എന്ന് പറയുന്നത് 0 ആണെങ്കിൽ, നം എന്ന് പറയുന്ന സാധനം 0 ആണെങ്കിൽ നമുക്ക് 0 എങ്ങനെ തെളിയിക്കാം, അല്ലെങ്കിൽ 0 എങ്ങനെ കാണിക്കാം നമുക്ക് നോക്കാം. അപ്പൊ 0 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ ജി എഫ് എ ബി. അപ്പൊ നിങ്ങൾ നോക്കുക, എഫും എയും, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കേസിൽ പറഞ്ഞാൽ ജി ഓഫ് ആയിരിക്കണം, ബാക്കിയെല്ലാം ഓൺ ആയിരിക്കണം, ഡോട്ട് പോയിന്റ്. അപ്പൊ ജിയുടെ കേസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിക്കുക. ജി എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഫസ്റ്റ് ആയിട്ടാണ് സെലക്ട് ചെയ്ത അല്ലേ. അപ്പൊ ജി ഓഫ് ആയിരിക്കണം. അപ്പൊ ജി ഓഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം 7 സെഗ്മെന്റിൽ ഡിജിറ്റൽ റൈറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു അറേയും കൂടെ ചെയ്യാം, അല്ലാത്ത രീതിയിൽ ചെയ്യാം. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള രീതി ചെയ്യാം. അപ്പൊ 7 സെഗ്മെന്റിനെ ഞാൻ വിളിക്കുവാണ് 7 സെഗ്മെന്റ് ഓഫ് 0. 0 എന്ന് പറയുന്നത് ആദ്യത്തെ ആളാണ്. 0 നമുക്ക് എന്താ ലോ ആയിരിക്കണം. ഓക്കെ, 0 ലോ ആയിട്ട് ബാക്കിയൊക്കെ ഹൈ ആവണം. വേണമെങ്കിൽ നമുക്ക് ലൂപ്പ് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പം എന്താ ഇവിടെ ഇനിയും ലോ ആകേണ്ടത് ഡോട്ട് പോയിന്റ് ആണ്. ഡോട്ട് പോയിന്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ സാധനമായിരിക്കും. ഇനിയും ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഹൈ ആക്കാം. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഹൈ ആക്കാം. 1 2 ഇതൊക്കെ ഹൈ ആവണം. ഓക്കെ, 1 2 ഹൈ ആയി. അപ്പൊ ഇനി നമുക്ക് അടുത്തത് ഹൈ ആക്കാം ഇതേപോലെ. 3 4 ഓക്കെ, അടുത്തത് 5 6. ലാസ്റ്റ് വരുന്ന ഡോട്ട് പോയിന്റ് അല്ലേ. അപ്പൊ ഡോട്ട് പോയിന്റ് നമുക്ക് ലോ ആക്കിയാൽ മതി. ഡോട്ട് പോയിന്റ് എന്ന് പറയുന്നത് ലാസ്റ്റത്തെ സെഗ്മെന്റ് ആണ്. അപ്പൊ അത് ജസ്റ്റ് ലോ ആക്കിയാൽ മതി. ഡോട്ട് വേണമെങ്കിൽ നമുക്കത് ഡോട്ട് ഹൈയോ ലോയോ അത് ഇഷ്ടമുള്ള പോലെ നമുക്ക് ആക്കാം. അപ്പൊ തൽക്കാലം ഡോട്ട് പോയിന്റ് ഞാൻ ലോ ആക്കുവാണ്. അപ്പം ഓക്കെ, അപ്പൊ ഇത്രയും കൊടുത്താൽ നമ്മുടെ 0യുടെ കേസായി. അപ്പൊ ഇതെനിക്കൊന്ന് ജസ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ വോയിഡ് സെറ്റപ്പ്. ഓക്കെ, വോയിഡ് സെറ്റപ്പിന്റെ ഉള്ളിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഡോട്ട് പോയിന്റ് നമുക്ക് ഇവിടെ ഡോൺ കെയർ ആക്കാം. കാര്യം നമുക്ക് ഡോട്ട് പോയിന്റിന്റെ ആവശ്യം ഒരിടത്തും വരുന്നില്ല. ഡോട്ട് പോയിന്റ് നമുക്ക് സെപ്പറേറ്റ് ട്രീറ്റ് ചെയ്യാം. അപ്പം വോയിഡ് സെറ്റപ്പിൽ ഞാൻ ജസ്റ്റ് വിളിക്കുവാണ് ഷോ എന്ന് വിളിച്ചിട്ട് 0 കൊടുക്കുവാണ്. അപ്പൊ ഷോ എന്ന് വിളിച്ച് 0 കൊടുത്തു കഴിഞ്ഞാൽ 0 ഉള്ളത് കാണിക്കും. ഈ പ്രോഗ്രാം നമുക്കൊന്ന് അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ സർക്യൂട്ട് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ വോയിഡ് സെറ്റപ്പ് അല്ല, ലൂപ്പാണ് ആക്കേണ്ടത്. അതാണ് ആ എറർ വന്നത്. നമുക്കൊന്ന് അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ സർക്യൂട്ട് ഒന്ന് ബിൽഡ് ചെയ്യാം. അപ്പം ഇനി സർക്യൂട്ട് ബിൽഡ് ചെയ്യാൻ പോവാണ്. സർക്യൂട്ടിൽ കണക്ഷൻ ഞാൻ പറഞ്ഞുതരാം. സെൻറ്ററിലത്തെ പിന്ന് ഞാൻ നേരെ എടുത്തിട്ട് എൻ്റെ കയ്യിലുള്ള ഗ്രൗണ്ടിലേക്ക് കൊടുക്കുന്നു. ഇതിപ്പോൾ Arduinoയുടെ ഏത് ഗ്രൗണ്ട് വേണേൽ കൊടുക്കാം. പിന്നെ ലെഫ്റ്റ് മുതൽ ഓർഡറിൽ നമ്മൾ 11 മുതൽ കണക്ട് ചെയ്യുവാണ്, നമ്മൾ നേരത്തെ പ്രോഗ്രാമിൽ കൊടുത്ത പോലെ. ഓക്കെ, ലെഫ്റ്റിൽ നമ്മൾ 11 കണക്ട് ചെയ്യുവാണ്. 11. പിന്നെ രണ്ടാമത് വരുന്നത് അടുത്ത പിന്നിൽ കണക്ട് ചെയ്യുവാണ്. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മൾ ആ 0യുടെ കോഡ് എഴുതിയിട്ടുള്ളതുകൊണ്ട് ഉറപ്പായിട്ടും അത് തെളിയും. പിന്നെ അടുത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പിന്നിൽ കണക്ട് ചെയ്യുവാണ് ഇതുപോലെ. അടുത്തത് 10 ആണ്. ഓക്കെ, 10 ഞാൻ കണക്ട് ചെയ്തിട്ട് ഇവിടെ തെളിയുന്നില്ല. ഐ തിങ്ക് ജമ്പർ വർക്ക് ചെയ്യാത്തതാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ 7 സെഗ്മെന്റിന്റെ കംപ്ലൈന്റ് ആയിരിക്കും. നമുക്കൊന്ന് വേറെ ജമ്പർ വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ആ ജമ്പർ വർക്ക് ചെയ്യാത്തതാണ്, ജമ്പർ പോയ ജമ്പറാണ്. അടുത്ത ജമ്പർ നമുക്ക് വിളിക്കാം. അടുത്ത ജമ്പർ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് നോക്കുവാണ്. ഓക്കെ, അടുത്തത് ജസ്റ്റ് നമ്മൾ കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ജമ്പർ നോക്കാം. ഓക്കെ, അടുത്ത ജമ്പർ കണക്ട് ചെയ്തു. ഇപ്പോൾ 0യുടെ ഓൾമോസ്റ്റ് തെളിഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ ജമ്പറും ഇപ്പോൾ കണക്ട് ചെയ്ത് തീരും.
നടുക്ക് എപ്പോഴും ലീവ് ചെയ്യണം, ബിക്കോസ് നടുക്ക് കോമൺ ആയിട്ടുള്ള സാധനം ഏതാണോ അതാണ്. ലാസ്റ്റ് ഞാൻ ഡോട്ട് പോയിന്റ് കൂടെ കണക്ട് ചെയ്തു. അപ്പോൾ ജസ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 7 സെഗ്മെന്റ് ഡയറക്റ്റ് കൊടുക്കരുത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെസിസ്റ്റർ വെക്കണം. അപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്ന കുറച്ച് പവറുള്ള സാധനം ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഓക്കെ, അപ്പം നമ്മൾ 0 തെളിയിച്ചു. ഇനി നമുക്ക് 1 വന്നാൽ എങ്ങനെയാണെന്ന് നോക്കാം. എൽസ് ഇഫ്. അപ്പം നം ഈക്വൽ ടു 1 എന്ന് ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇത് മൊത്തം കോപ്പി ചെയ്യുവാണേ. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 വന്നാൽ ഏതൊക്കെ തെളിയണം എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ 1 എനിക്ക് എഫും ഇയും മാത്രം തെളിഞ്ഞാൽ മതി. അപ്പം എഫ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെയാണ്. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലാസ്റ്റത്തെ, അതായത് 1 2 3 4 അഞ്ചാമത്തെയാണ്. അപ്പോൾ അഞ്ചാമത്തെ എന്ന് പറയുമ്പം അതും തെളിയണം, ബാക്കിയെല്ലാം ലോ ആക്കണം. ഓക്കെ, അപ്പൊ അഞ്ചാമത്തെ എന്ന് പറയുമ്പം ഹൈ ആക്കിയിട്ടുണ്ട്, ബാക്കിയൊക്കെ ലോ ആക്കണം. ഓക്കെ, ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഇവിടെ 0ക്ക് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്യുവാണ്. ഓക്കെ 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 ചെറിയൊരു മിസ്റ്റേക്ക് എനിക്ക് പറ്റിയിട്ടുണ്ട്. വേറെ നല്ല കോഡ് എഴുതിയപ്പോഴാണ്. എഫ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെയാണ് സത്യത്തിൽ. അപ്പം ലോ കൊടുത്തു, ഹൈ. ഓക്കെ, രണ്ടാമത്തെയാണ്. അപ്പൊ ആ കോഡിൽ മാറ്റം വരുന്നതനുസരിച്ച് അവിടെ 1 വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് 2 വരുത്തണമെന്നുണ്ടെങ്കിൽ ഇതേപടി തന്നെ നമുക്ക് 2 3 4 ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം 2 വരണമെന്നുണ്ടെങ്കിൽ എ ബി ജി ഇ ഡി തെളിയണം. അപ്പം എ തെളിയണം, ബി തെളിയണം, പിന്നെ ഇ എഫ് ജി തെളിയണം. അപ്പം 2 തെളിയണമെങ്കിൽ എ ബി ജി ഇ ഡി. ഇ ഡി ഡി എന്ന് പറയുമ്പോൾ ഇ ഡി അവസാനത്തെ 2 എന്തായാലും തെളിയണം. പിന്നെ എഫ് രണ്ടാമത്തെ ലോ ആവണം. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും അല്ലേ. അങ്ങനെ ജസ്റ്റ് നമ്മൾ നോക്കി കൊടുത്താൽ മതി. ജസ്റ്റ് നമുക്ക് ട്രൈ ചെയ്യാം. 2 കൊടുത്തിട്ട് ജസ്റ്റ് നമ്മൾ 2 കൊടുക്കുന്നു. ഓക്കെ, ഒരെണ്ണം കൂടെ തെളിയാനുണ്ടല്ലേ. ആ ഒരെണ്ണം ഐ തിങ്ക് ഈ ഡി ആണെന്ന് തോന്നുന്നു. ഡി എന്ന് പറഞ്ഞാൽ ഹൈ. ഓക്കെ, അപ്പം നമ്മൾ 7 സെഗ്മെന്റ് യൂസ് ചെയ്തിട്ട് 2ഉം തെളിയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2 തെളിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലെ 3 തെളിയിക്കണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ കോഡ് കോപ്പി ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് 3 കൊടുക്കുക. 3 കൊടുത്തതിന് ശേഷം നമ്മൾ 3 എന്ന് പറഞ്ഞ എ ബി ജി എന്തായാലും തെളിയണം. പിന്നെ ഇ ഡിക്ക് പകരം സി ഡി തെളിഞ്ഞാൽ മതി. ഇ മാറിയിട്ട് സി ആയാൽ മതി. ഈ എന്ന് പറഞ്ഞാൽ ഇ എന്ന് പറയുമ്പം ഈ 2 പോയിന്റ് മാറിയാൽ മതി. അതായത് സെക്കൻഡ് ലാസ്റ്റ് മാറണം, അതിന്റെ സെക്കൻഡ് ലാസ്റ്റ് മാറണം. ലാസ്റ്റ് ഹൈ ആവണം. ഓക്കെ, നമുക്ക് 3 കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നമ്മൾ 4ഉം 5ഉം 6ഉം 7ഉം ഒക്കെ ഉണ്ടാക്കാം. അപ്പൊ ആ ഒരു പോർഷൻ ഞാൻ ഏതായാലും വീഡിയോയിൽ സ്പീഡ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പൊ അത്രയും നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, ഏകദേശം നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനെ നമുക്കിനി എന്താ ഡോട്ടും കൂടി ഇതിൽ ആഡ് ചെയ്യണം. അപ്പൊ ഞാൻ ചെറിയൊരു മാറ്റം വരുത്താണ്, വേറെ ഒന്നുമല്ല, ക്യാർ ആക്കുവാണ്. എന്നിട്ട് ഇതെല്ലാം സിംഗിൾ കോഡ്സിലാക്കുവാണ്. അത് എന്തിനാന്ന് വെച്ചാൽ എനിക്ക് ഡോട്ടും നത്തിങ്ങും നള്ളും കൂടെ ഒന്ന് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ ജസ്റ്റ് ആക്കുവാണ്. എല്ലാം ജസ്റ്റ് ക്യാരക്ടർ ആക്കുന്നതേ ഉള്ളൂ. ഡാറ്റ ടൈപ്പിൽ മാറ്റം വരുത്തിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇനിയിപ്പം 4 5 ഇപ്പം 6 ക്യാരക്ടർ ആക്കി, 7 ക്യാരക്ടർ ആക്കി, അതേപോലെ 8ഉം ക്യാരക്ടർ ആക്കി, 9ഉം ക്യാരക്ടർ ആക്കി. ഇനിയിപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഡോട്ട് ഇല്ലാത്തൊരു സ്പേസും കൂടാണ്. എൽസ് ഇഫ് നം ഈക്വൽ ടു എന്താ ഡോട്ടാണ് വന്നതെന്ന് കരുതുക. അപ്പം അത് ക്യാരക്ടറിൽ എഴുതണം. ഡോട്ട് ആണെങ്കിൽ നമ്മൾ 7th മാത്രം ഓൺ ആക്കുന്നു, 7th ഹൈ ആക്കുന്നു. ഇനിയിപ്പം എൽസ് ഇഫ് നം ഈക്വൽ ടു സ്പേസ് ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ജസ്റ്റ് 7th ലോ ആക്കുന്നു, ഡോട്ട് ഇല്ലാതാക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഇതല്ലാത്തൊരു ക്യാരക്ടറാണ് വന്നിരിക്കുന്നത്. നമുക്ക് വേറെ ലെറ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യും. ഇതല്ലാത്താണ് വന്നതെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാം ലോ ആണ് എഴുതാൻ പോകുന്നത്. എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോട്ട് ഒഴികെ ബാക്കിയെല്ലാം ലോ എഴുതാൻ പോകുന്നത്. അപ്പം ജസ്റ്റ് ഇതിനുള്ള കോഡും കൂടെ എഴുതി. ഇനിയിപ്പം നമുക്ക് എല്ലാം കൂടെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതി എഴുതാം. അപ്പം ഞാൻ ആദ്യം ഷോ ഡോട്ട്. അപ്പം ആദ്യം ഡോട്ട് ഇല്ലാതെ ഷോ ചെയ്യാനായിട്ട് ഞാൻ ഒരു സ്പേസ് കൊടുക്കുന്നു, ഒരു ലൂപ്പ് ഉണ്ടാക്കുവാണ്. ഫോർ ഐ ഇൻറ്റ് ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ 9, ഐ പ്ലസ് പ്ലസ്. ഓക്കെ, 9 വരെ പോകുന്ന ഒരു ലൂപ്പ് ഉണ്ടാക്കുവാണ്. ജസ്റ്റ് ഓക്കെ, നമുക്ക് 10 വരെ പോവാം. 0 മുതൽ 10 വരെ എടുക്കാമല്ലോ, 9 വരെ എടുക്കാമല്ലോ. ഷോ ഐ കൊടുക്കുന്നു, അപ്പം ഐ ജസ്റ്റ് കാണിക്കുന്നു. എന്നിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് സ്പേസ് ഇട്ടിട്ട് ഐ കാണിക്കും. അതിന് ശേഷം നമ്മൾ ഇതേ പ്രൊസീജിയർ തന്നെ ഡോട്ട് ഇട്ടിട്ട് കാണിക്കാൻ ജസ്റ്റ് ഒന്ന് ഡോട്ട് കൊടുക്കുന്നു. അപ്പം ഐനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്യാരക്ടർ ഫോമിലല്ല കിടക്കുന്നത്, അത് നമുക്ക് അതിനെ ക്യാരക്ടർ ഫോമിലാക്കാം. അപ്പം ഐ എന്ന് പറയുന്നത് 0 ആണ്. 0യുടെ കറക്റ്റ് ക്യാരക്ടർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 പ്ലസ് 48 ആണ്. അപ്പം നമുക്ക് ജസ്റ്റ് നോക്കാം. ആസ്കി ടേബിൾ, ആസ്കി ടേബിൾ ഞാൻ കൊടുക്കുന്നു. ആസ്കി ടേബിളിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്യാരക്ടറിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ 0 ഉണ്ടോ, 48 ആണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ 48 അതിനോട് ആഡ് ചെയ്യുന്നു. അത് നമ്മളവിടെ ക്യാരക്ടർ കൊടുത്തുകൊണ്ടാണ്. ഓക്കെ, 48 ആഡ് ചെയ്യുന്നു. എന്നിട്ട് ജസ്റ്റ് കോഡ് അപ്ലോഡ് ചെയ്ത് നോക്കുന്നു. ഓക്കെ, ഇതിൽ ഡിലേ ഞാൻ ഇടാൻ മറന്നുപോയി, അപ്പം ഞാൻ ഒരു ഡിലേ ഇടാം. ഓക്കെ, ഇത് 10 കുറഞ്ഞു വരുന്ന പോലെ ചെയ്യാം. ഈക്വൽ ടു 0, ഐ മൈനസ് ഡിലേ കൊടുക്കാം. അപ്പം നമ്മൾ ജസ്റ്റ് ചെയ്തു. ജസ്റ്റ് ഈ കോഡൊന്ന് അപ്ലോഡ് ചെയ്യുന്നു. ഓക്കെ, ഡിലേ കുറച്ചുകൂടി കൂട്ടാം, അല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല കാണാൻ. ഓക്കെ, ഡിലേ ഞാൻ കുറച്ച് കൂട്ടിയിട്ടുണ്ട്, ഉണ്ടോ? അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഡോട്ടും കൂടെ വരുന്നു. എന്നിട്ട് ജസ്റ്റ് പയ്യെ കുറഞ്ഞു വരുന്നു. കുറച്ചുകൂടി ഡിലേ നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം. 1 സെക്കൻഡ് ഇഷ്ടമുള്ളത്ര ഡിലേ കൊടുക്കുക. ഇതിപ്പം നിങ്ങൾക്ക് 7 സെഗ്മെന്റ് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ജസ്റ്റ് 7 സെഗ്മെന്റ് LCD എങ്ങനെ യൂസ് ചെയ്യാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ 7 സെഗ്മെന്റ് മേടിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് നിങ്ങൾക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ നല്ലൊരു എപ്പിസോഡുമായി ഇനി നമുക്ക് കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ജയശങ്കർ JP സൈനിങ് ഔട്ട്. സീ യു.